നമ്മുടെ ദൈവമേ കേട്ടോളം ആലപ്പുഴയിലാണ് കേട്ടോ. ആലപ്പുഴ ജില്ലയിൽ പമ്പാ നദിയുടെ കരയിൽ തല ഉയർത്തി നിൽക്കുന്ന ചമ്പക്കുളം പള്ളി വള്ളംകളിയും കുട്ടനാടൻ സൗന്ദര്യത്തിന്റെ അടയാളമാണ്. മൂലം വള്ളംകളി ജലോത്സവവുമായി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായും പാരമ്പര്യം പങ്കിടുന്ന ചമ്പക്കുളം പള്ളിക്ക് 300-ലധികം വർഷത്തെ പഴക്കമുണ്ട്. ചമ്പക്കുളം പള്ളിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കേട്ടോളം. കുട്ടനാടിന്റെ ഹൃദയത്തുടിപ്പായ പമ്പാ നദിയുടെ തീരത്ത് ചരിത്രവും വിശ്വാസവും ഇഴചേർന്നു നിൽക്കുന്ന ഒരു പുണ്യ സങ്കേതം. ചമ്പക്കുളം വലിയ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് മേരീസ് ഫൊറോന പള്ളി ഭാരതത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നാണ്. AD 427 സ്ഥാപിതമായതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ദേവാലയം 16 നൂറ്റാണ്ടുകളിലധികം പഴക്കമുള്ള ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യമാണ്. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിയുമായി ഈ പള്ളിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി കൊണ്ടുവന്നപ്പോൾ രാജാവിന്റെ നിർദ്ദേശപ്രകാരം ആ വിഗ്രഹത്തിന് കാവലിരുന്നതും ആദരവ് നൽകിയതും ഈ ചമ്പക്കുളം പള്ളിയായിരുന്നു. ഈ പള്ളി 5-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു ക്രൈസ്തവ സമൂഹം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. നിരണം പള്ളിയിൽ നിന്നാണ് ഈ സമൂഹം ഇവിടെ എത്തിയിരിക്കുന്നത്. അതിൻ്റെ ശിലാരേഖകൾ നിരണം പള്ളിയിലുണ്ട്. AD 427 സെൻറ്റ് മേരീസ് പള്ളി കല്ലൂർക്കാട് ചമ്പക്കുളം പള്ളി ഇവിടെ നിന്ന് പിരിഞ്ഞു പോയി എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ബിഗിനിങ്. അപ്പോൾ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ഈ AD 2027 ആകുമ്പോൾ 1600 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. ഞങ്ങളതിൻ്റെ 1600-ാം വർഷത്തിൻ്റെ ജൂബിലിയിലേക്ക് ഈ ഡിസംബർ മാസം പ്രവേശിക്കുന്നു. 2026 ഒരു വർഷത്തെ ആഘോഷമാണ്. അത് 2027 ആകുമ്പോൾ 1600 വർഷം കംപ്ലീറ്റ് ചെയ്യാം. മതസൗഹാർദ്ദത്തിന്റെ ആ വലിയ ചരിത്രം ഇന്നും ഇവിടുത്തെ ചുവരുകളിൽ പ്രതിധ്വനിക്കുന്നു. ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് വിശ്വാസികളാണ് സങ്കടങ്ങൾ പറയാനും അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനുമായി ഇവിടെ എത്തുന്നത്. വള്ളംകളിയുടെ തുടക്കമായി കരുതുന്ന മൂലം വള്ളംകളിയുടെ ചടങ്ങുകളും ഈ പള്ളിയുമായി ചേർന്നു നിൽക്കുന്നു. അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് അന്നത്തെ ചെമ്പകശ്ശേരി രാജാവ് ഒരു നല്ല പ്രതിഷ്ഠ, ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠ വേണമെന്ന് ആഗ്രഹിക്കുകയും അദ്ദേഹത്തിനുണ്ടായിരുന്നത് ലക്ഷണമൊത്തം ആയിരുന്നില്ല. അതുകൊണ്ട് മറ്റൊരു സ്ഥലത്തുണ്ടെന്ന് അറിയുകയും കുറിച്ചി എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒരു ക്ഷേത്രത്തിൽ നിന്ന് ആരോ അദ്ദേഹത്തിന് അറിവ് കൊടുത്തു. അത് പോയി എടുത്തുകൊണ്ട് വരുന്ന വഴിയിൽ ഇവിടെ വന്നപ്പോൾ രാത്രിയാവുകയും പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റാതെ വരികയും മഴയും കാറ്റും കോളും ഉണ്ടാകുകയും അങ്ങനെ ഒരു ക്രൈസ്തവ തറവാട്ടിലാണ് അന്ന് ശ്രീകൃഷ്ണൻ അന്തി ഉറങ്ങി എന്നുള്ള ആ വലിയ ഒരു ചരിത്രമുണ്ട്. പിറ്റേ ദിവസം പള്ളിയോടങ്ങളും ചുണ്ടൻ വെള്ളങ്ങളുമായിട്ടൊക്കെ വന്ന് രാജാവ് അത് കൊണ്ടുപോയി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ എല്ലാ വർഷവും പള്ളിയോടത്തിൻ്റെ അല്ലെങ്കിൽ ആ ഘോഷയാത്ര അതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് തുടങ്ങിയതാണ്. വള്ളംകളി മത്സരമായിട്ട് പിന്നീടാണ് അത് ഡെവലപ്പ് ചെയ്ത്. ഇന്ന് നമുക്ക് പറയാം കേരളത്തിലെ വള്ളംകളി മത്സരങ്ങളുടെ എല്ലാം അമ്മയാണ് ഈ മൂലംകളി വള്ളംകളി. ഇതോടുകൂടിയാണ് കർട്ടൻ റേസ് ചെയ്യുന്നത് വള്ളംകളി സീസൺ. പള്ളിയാണ് ഇതിന് കൊടി കൊടുക്കുന്നത്.
അത് ഇന്നും ഏതാണ്ടൊരു 470 വർഷത്തോളം പാരമ്പര്യമുണ്ട് ഈ വള്ളം കളിക്ക്. പുരാതനമായ കൽക്കുരിശിൽ പുരാതന ലിപികളിലുള്ള എഴുത്ത് ചരിത്രപരമായി ഈ പള്ളിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. പമ്പാ നദിയിലെ ഓളങ്ങൾക്കൊപ്പം ഒഴുകിയെത്തുന്ന ഭക്തിയുടെയും ചരിത്രത്തിന്റെയും ഈ ഈണം ചമ്പക്കുളം വലിയ പള്ളിയെ കേരളത്തിന്റെ ആത്മീയ ഭൂപടത്തിൽ സവിശേഷമാക്കുന്നു. ആയിരത്തി 600 വർഷത്തിലധികം പഴക്കമുള്ള ചമ്പക്കുളം കല്ലൂർക്കാട്ടെ ക്രിസ്തീയ സമൂഹത്തിന്റെ ചരിത്രം കേരളത്തിന്റെ കുട്ടനാടിന്റെ സാംസ്കാരിക ചരിത്രവുമായി ഇഴപിരിക്കാനാകാത്ത വിധം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിന്റെ ശബ്ദിക്കുന്ന സാക്ഷ്യമാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ പള്ളി. ക്യാമറാമാൻ ദീപക് ജേക്കബിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.